കഴിഞ്ഞ ദിവസമേ ഞാൻ അമ്മയോടൊപ്പം വീട്ടിലാണ് എന്ന രീതിയിൽ മേഘ പങ്കുവച്ച പോസ്റ്റും സ്റ്റോറിയും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ശ്രദ്ധിച്ചിരുന്നു. വിവാഹത്തിന് ശേഷം ഏറെ നാൾ സൽമാനും മേഘയും ചെന്നൈയിൽ നിന്നും വീട്ടിൽ നിന്ന് ചെന്നൈയിലേക്കും യാത്ര ചെയ്തും പഠിച്ചും ജോലി ചെയ്തും ജീവിക്കുകയായിരുന്നു. വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തി പോകാൻ മടുപ്പുള്ളത് കൊണ്ട് തന്നെ ചെന്നൈയിൽ സൽമാൻ മേഘയ്ക്ക് വേണ്ടി ഒരു വീടെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവരുടെ വീടുകളിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് എല്ലാവരും ഇവരോട് നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങിയത്. ഇപ്പോൾ മേഘ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തിയതിനു ശേഷം സൽമാന് സമാധാനമായി ചെന്നൈയിൽ നിൽക്കാം. മേഘ അമ്മയോടൊപ്പം ഇവിടെ ക്ഷേത്രങ്ങളിലെല്ലാം പോയി, അമ്മയുടെ ഒപ്പം തന്നെ പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ പോയി നേർച്ചകൾ തീർത്തും പൂജകൾ ചെയ്തും ഇരിക്കുന്നു. അമ്മയ്ക്ക് പൂജകളോടും ദൈവത്തിനോടുമൊക്കെ വളരെയധികം ഇഷ്ടമാണ്. മേഘയ്ക്കും അങ്ങനെ തന്നെയാണ്. ഇന്ന മതം ജാതി എന്നില്ല. സൽമാന്റെ മതത്തെ സ്നേഹിക്കാനും സൽമാന്റെ മതത്തെ ബഹുമാനിക്കാനും അതനുസരിച്ച് തന്നെ പെരുമാറാനും എല്ലാം ഇപ്പോൾ മേഘയ്ക്കറിയാം. അങ്ങനെ തന്നെയാണ് മേഘ പെരുമാറാറുള്ളതും. സൽമാനും അങ്ങനെ തന്നെയാണ്. സൽമാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതെല്ലാം തന്നെ ഹിന്ദു പേരുകളുള്ള കഥാപാത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനം, മുണ്ടുടുത്ത് ഒരു ഹിന്ദു പയ്യനെ പോലെയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ അദ്ദേഹം എപ്പോഴും ഉള്ളത്. സൽമാൻ എന്നോ പാച്ചു എന്നോ അധികം ആരും വിളിക്കാറില്ല. എല്ലാവരും ഇപ്പോഴും സഞ്ജു എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രമാണ്. അത്രമാത്രമാണ് ആ കഥാപാത്രം ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നത് എന്നുകൂടി നമ്മൾ പറയണം. പ്രേക്ഷകർ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നന്നായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാനും പറ്റുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം നന്നായി തന്നെയാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ചെയ്യുന്നതും. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് പറയുന്നതും ഇതുപോലെ തന്നെയാണ് എന്ന് പറയാം. എല്ലാവരും സൽമാനോടെയും മേഘയുടെയും പ്രിയപ്പെട്ട ആരാധകർ തന്നെയാണ്. സൽമാനോടൊപ്പം ആരാധനയിൽ നിൽക്കാറുണ്ട് പലപ്പോഴും. സൽമാനോടും മേഘയോടും ആ ആരാധന തന്നെയാണ് പ്രേക്ഷകർക്ക് ഉള്ളത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. മേഘയോട് വളരെയധികം സ്നേഹവും സൽമാനോടും സ്നേഹമുള്ളവർ ഇപ്പോൾ മേഘ സ്വന്തം വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം സൽമാൻ്റെ ആശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ കോളേജ് ഉണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെ മേഘ ഒറ്റയ്ക്ക് ഇവിടെ തിരുവനന്തപുരത്ത് ഫ്ലാറ്റിൽ വന്ന് നിൽക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അത് സൽമാനെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞ് എപ്പോഴും അദ്ദേഹം ടെൻഷനിലായിരുന്നു. എന്നാൽ ഇപ്പോൾ മേഘ സ്വന്തം വീട്ടിൽ പോകാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ സമാധാനമായി. മേഘയ്ക്കും അവൾക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടവരെ കണ്ട് അവരോടൊപ്പം നിൽക്കുന്ന മേഘയെ കൂടുതൽ സന്തോഷവതിയായി കാണുമ്പോൾ അത് സൽമാനും ഇരട്ടി സന്തോഷമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ ഇടയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏതൊരു പ്രണയ വിവാഹത്തിനും വീട്ടുകാർ ആദ്യം സമ്മതിക്കണമെന്നില്ല. എല്ലാ അച്ഛനമ്മമാരും ആദ്യം എതിർപ്പൊക്കെ പറയും. അതിനുശേഷമായിരിക്കും എല്ലാം ശരിയാവുക. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെ വളരെയധികം പെട്ടെന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും മേഘയുടെ സന്തോഷത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇനി സൽമാൻ കൂടി ഷൂട്ടിംഗ് കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ മേഘയ്ക്ക് ഇരട്ടി സന്തോഷമായിക്കോളും എന്ന് പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.